ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ പുതിയ പാഠത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ കേരളം. നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ച് പരിചയപ്പെടാൻ എല്ലാവരും റെഡിയല്ലേ? എങ്കിൽ നോക്കിക്കേ, പച്ച വിരിച്ച പാടങ്ങൾ എത്ര മനോഹരമായിട്ടാണല്ലേ, ചുറ്റും മരങ്ങളാലും തെങ്ങിൻ തോപ്പുകളാലും. പറയും പോലെ ഈ കേരളം എന്ന് പേര് വരാനുള്ള കാരണം തന്നെ നമ്മുടെ ഈ കേരമരങ്ങളാൽ, കേരവൃക്ഷങ്ങളാൽ തിങ്ങി നിറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിന് കേരളം എന്ന് പറയാനുള്ള കാരണം. നോക്കിക്കേ, കളകളം ഒഴുകുന്ന അരുവികൾ, അരുവികൾക്ക് ചുറ്റും പാറക്കൂട്ടങ്ങൾ അല്ലെ, എത്ര മനോഹരമാണ്. കുന്നിൻ ചെരുവ്, മല, ആകാശത്തെ അല്ലെ, നമ്മുടെ നീലാകാശത്തെ തൊട്ടു നിൽക്കുന്ന മലകൾ, എത്ര മനോഹരമായ കാഴ്ചകളാണല്ലേ. കാടും മേടും മലകളും, അങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ മാത്രമാണ്. നോക്കിക്കേ, എവിടെ നോക്കിയാലും നമുക്ക് കാണുന്നത് പച്ചപ്പ് മാത്രമാണല്ലേ. ഇത്രയും ഹരിതാപകരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല, നമ്മുടെ കേരളത്തിൽ മാത്രമല്ലാതെ. കണ്ടോ, പുഴകൾ, കളകളം ഒഴുകുന്ന അരുവികൾ, എത്ര മനോഹരമാണല്ലേ നമ്മുടെ കേരളത്തിന്റെ കാഴ്ച. മലകൾ, പച്ചവിരിച്ച പാടങ്ങൾ, പച്ചവിരിച്ച, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പച്ചവിരിച്ചത് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയുന്നത് അല്ലേ. അരുവികൾ, പുഴകൾ, ഇതല്ലാതെ ഒരുപാട് കലകളുമുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായി, ഇത്രയുമല്ല ഇനി ഇതിൽ കൂടുതലുണ്ടെങ്കിലും ഇതെല്ലാമാണ് നമ്മുടെ കേരളത്തെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്ന, മനോഹരമാക്കുന്ന കാഴ്ചകൾ. അപ്പൊ എല്ലാവരും നമ്മുടെ കേരളത്തെ ഇത്ര തൊട്ടടുത്ത് കുഞ്ഞു വ്യൂല് നിങ്ങൾ കാണാൻ സാധിച്ചില്ലേ. അപ്പോ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ മൊത്തം നമ്മുടെ കേരളത്തെ കുറിച്ച് പറയാൻ നമുക്ക് ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും ഇത് നല്ലതുപോലെ ആസ്വദിച്ചതിന് ശേഷം നമുക്കൊരു കൊച്ചു നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള കവിത കൂടി ആവാം. ആരുടെയാണെന്നറിയാമോ? ഗോപാലകൃഷ്ണൻ കോലഴിയുടെ ഒരു കുഞ്ഞും എന്റെ കേരളം എന്ന് പറഞ്ഞ കവിതയിലേക്ക് നമുക്ക് കടക്കാം. റെഡി? ഓക്കെ. പാടും പുഴകളും തോടും മൂടിക്കൂടും മലരണി കാടും, പാടും പുഴകളും തോടും മൂടിക്കൂടും മലരണി കാടും, നീളെ കളകളം പാടും കാട്ടുചോലയും ആമണി വീടും, നീളെ കളകളം പാടും കാട്ടുചോലയും ആമണി വീടും, വെള്ളിയരഞ്ഞണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും, വെള്ളിയരഞ്ഞണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും, കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും, കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും, പീലി നിവർത്തി നിന്നാടും കൊച്ചു കിരമരതക തോപ്പും, പീലി നിവർത്തി നിന്നാടും കൊച്ചു കിരമരതക തോപ്പും, നീളെ കുളിരുളി തിങ്ങി എന്റെ കേരളം എന്തൊരു ഭംഗി, നീളെ കുളിരുളി തിങ്ങി എന്റെ കേരളം എന്തൊരു ഭംഗി. ഇതെല്ലാമാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകതയും മനോഹരമായിട്ടുള്ള കാഴ്ചകളും. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? എങ്കിൽ ഇനി ഈ ആക്ടിവിറ്റി കൂടി ചെയ്യണം. എന്റെ നാട്, നിങ്ങളുടെ നാട്ടിൽ എന്തെല്ലാമാണുള്ളത്, എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത്, അത് നിങ്ങൾ ഒരു വാക്കിൽ എഴുതിയാൽ മതി. പുഴ, തോട്, അരുവി, മലകൾ, മരങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ നാടിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഈ പദസൂര്യൻ നിങ്ങൾ പൂർത്തിയാക്കണം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റി നല്ലതുപോലെ ചെയ്യുക. ക്ലാസ് നല്ലതുപോലെ വാച്ച് ചെയ്തതിന് ശേഷം ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നിങ്ങളുടെ നാടിന്റെ ഒരു മനോഹരമായിട്ടുള്ള ചിത്രം കൂടി നിങ്ങൾ വരയ്ക്കണം. ചിത്രം വരയ്ക്കുക മാത്രമല്ല, അതിൽ നിറങ്ങളും നൽകണം. ഓക്കെ. അപ്പൊ എല്ലാവരും ഇന്ന് ക്ലാസ് നല്ലതുപോലെ കണ്ടില്ലേ? ഇനി ഈ 2 ആക്ടിവിറ്റി കൂടി നിങ്ങൾ ചെയ്യണം. ഓക്കെ. താങ്ക് യു.